എല്ലാം വർക്കാവുന്നുണ്ട്. ആ ക്യാരക്ടറായി അങ്ങോട്ട് മാറുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഇമോഷൻസ് ഭയങ്കര കണക്ട് ആവുന്നുണ്ട് കേട്ടോ. സന്തോഷം. കണ്ണാണ് മെയിൻ. ഇപ്പോഴും അതിന്റെ പറയുന്നത് കണ്ണാണ് മെയിൻ. വീഡിയോ ഇട്ട് തുടങ്ങിയ ഒരു സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ പറഞ്ഞു, വിപിനെ കൊള്ളാം, പക്ഷേ നമ്മളൊരു ആക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും കണ്ണിൽ അഭിനയം വേണം. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയും ആഗ്രഹത്തിന്റെ പുറത്ത് അഭിനയിച്ച് പിന്നെ തിയേറ്ററിൽ വരുമ്പോൾ ആ സീൻ കട്ട് ചെയ്തിട്ട് പോയി എന്നൊക്കെ. എൻ്റെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയിൽ 5 സീനോളം ഉണ്ടായിരുന്നു. അത് എഡിറ്റിംഗ് ടേബിളിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പല സീനുകളും കട്ടായി പോയിട്ടുണ്ട്. ഈ 5 സീനിലുണ്ടെന്ന് വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയുകയും ചെയ്തു, സിനിമ കാണാൻ പോവുകയും ചെയ്തു. ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 സിനിമകളാണേലും എഡിറ്റിംഗ് വരുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ പ്രദോഷ കുറ്റക്കാരാണേലും, കാരണം അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമൊന്നും അല്ല ഈ സിനിമകളിലൊന്നും. ഞങ്ങളുടെ മുന്നിൽ എന്തായാലും ചേട്ടൻ ഇപ്പോൾ ഒരു നടൻ തന്നെയാണ്. അതെ, അങ്ങനെ. ഞാൻ 2 സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിലൂടെ സിനിമയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അത് പാളി. ആ സ്ക്രിപ്റ്റിനുള്ള ഐഡിയാസ് എവിടെന്നാ കിട്ടിയ? പറഞ്ഞ ലൈഫിൽ തന്നെ ഇൻസിഡന്റ് വെച്ചിട്ട് ഒരു സാധനം എഴുതിയതാണ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് വന്ന് നിൽക്കുവാണ്, കഷ്ടപ്പാടാണ് എന്നുള്ളത്. അതിലേറ്റവും ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ട് എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? അപ്പോൾ പുള്ളി ഇവിടെ വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അടുത്ത സെറ്റിലേക്ക് പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് KSRTC ഡിപ്പോയിൽ പോയി അവിടെ കിടന്നുറങ്ങിയിട്ടാണ് രാവിലെ പോകുന്നത്. ഇനി വൈഫിന്റെ കൂടെയുള്ള കുറെ വീഡിയോസ് പ്രതീക്ഷിക്കാവോ? ഇല്ല, ഞാൻ ഫാമിലി മെമ്പേഴ്സിനെ ഇതിലേക്ക് ചേർക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അല്ല, ഞാൻ ഇത് തന്നെ ഈ പോസിറ്റീവും നെഗറ്റീവിന്റെയും കാര്യം പറഞ്ഞത് തന്നെ. നാളെ എന്തെങ്കിലും ഒരു തെറി കേൾക്കുമ്പോൾ ഞാനതെല്ലാം പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല. വൈഫ് വീഡിയോ എടുത്ത് തരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് എടുത്ത് തരുന്നുണ്ടോ? എടുത്തു തരുന്നുണ്ട്. സപ്പോർട്ടിംഗ് ആണ്. പിന്നെ തീർച്ചയായിട്ടും. കുറെ ടൈക്ക് എടുത്തു കഴിഞ്ഞാൽ മടുത്തു എന്ന് പറഞ്ഞു പോവോ? അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടേ വിളിക്കുള്ളൂ. 5 വട്ടം ട്രെയില് അല്ല, അതിന് പരമാവധി എത്രയാണേലും എടുത്തു തന്നിട്ടുണ്ട്. അല്ലാതെ മടുത്ത് ഇങ്ങനെ പോകുന്നില്ല. അവർക്ക് കൂടെ സമയമുള്ളത് നോക്കിയിട്ടാണ് ഞാൻ വിളിക്കാറ്. ചേച്ചി വർക്കിംഗ് ഇല്ല, ഞാൻ പറഞ്ഞ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിന്ന് കുട്ടിയുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഒതുക്കി സെറ്റാക്കി വെച്ചിട്ട് വേണമല്ലോ വീഡിയോ എടുക്കാനായിട്ട്. കുട്ടി ചെറുതാണോ? 5 വയസ്സ്. 5 വയസ്സായില്ലേ? ഒരു അഭിനയമുഹിയാണോ? അറിയില്ല, അവൾക്ക് അങ്ങനെ അതിനെപ്പറ്റി ധാരണയൊന്നും ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ എന്റെ വീഡിയോ കാണും, നോക്കും, പോവും. അവിടെ അവളുടേതായ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഈ റീൽസ് ചെയ്ത് കഴിഞ്ഞിട്ട് സിനിമയില് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ റീൽസ് ചെയ്യുന്നതും സിനിമ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? ആ ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു? സിനിമയിലൊരു റീൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം രണ്ട് രീതിയിലാണ്. അതിപ്പോൾ സിനിമയിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഡയലോഗ് ഇങ്ങനെ പറയുമ്പോൾ ഈ കൈ ഇങ്ങനെ ഇവിടെ വെച്ചു, നമ്മൾ വിചാരിക്കും ഇത് ഇവിടെ ഓക്കെ ആയി. അല്ല, ഇപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ വെച്ചു, ഇത് അടുത്ത ഷോട്ട് വരുമ്പോഴും ഇത് തന്നെ വെക്കണം, ഈ കൈ ഇങ്ങനെ വെക്കണം. അപ്പോൾ ആ ഡയലോഗ് എവിടെ പറയുന്നു അതേ ഡയലോഗ് തന്നെ വെക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ക്ലോസ് ഷോട്ട് ആയിരിക്കും, പിന്നെ വൈഡ് ആയിരിക്കും. ഇത് രണ്ടിലും നമ്മൾ ആദ്യം എങ്ങനെ ചെയ്തു അതേ രീതിയിൽ തന്നെ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചിട്ട് അത് നമ്മളിതുപോലെ പതിയെ ആണ് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ അത് ആണ് ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇച്ചിരി കുറച്ചുകൂടെ നമ്മൾ അതിനെ മനസ്സിലാക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ അപ്പൊ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ആരായിരിക്കും ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ എത്തിയതിനു ശേഷം? അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. പറഞ്ഞു തന്നിട്ടില്ല. മെസ്സേജിലൂടെ ആരെങ്കിലും? അങ്ങനെ ഒരു ആക്ടിങ് ട്രെയിനർ അങ്ങനെ ഞാൻ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. എല്ലാവരും ഓൺ വോയിസ് പരിപാടി ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓൺ വോയിസ് എല്ലാവരും പരമാവധി ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓൺ വോയിസ് ചെയ്യുന്ന കുറവാണല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫെയിം എന്നുള്ള ഒറ്റ കണ്ടീഷനുള്ള. അതിൽ ഞാൻ ഓൺലൈൻ ചെയ്താൽ ഇത് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ഓക്കെ. ഇത് ചെയ്തു, എനിക്കിങ്ങനെ ഒരു
ഒരു ടിപ്പിക്കൽ പ്രേക്ഷകരുണ്ട്. നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അൽഗോരിതം മാറി അതിലേക്ക് അത് ചിലപ്പം താഴേക്കായിരിക്കും പോവാം. മാത്രമല്ല എൻ്റെ ഓൺലൈൻ വീഡിയോസ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. 1-2 ചെറിയ ചെറിയ പരിപാടികളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് സിനിമ വന്ന് കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരുപക്ഷെ നല്ലൊരു പുതിയൊരു അനുഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ല നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഓൺ വോയിസ് വീഡിയോയിൽ ചിലപ്പോൾ ചെയ്ത സാധനങ്ങൾ സിനിമയിൽ ചിലപ്പോൾ കയറി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ഓൺലൈൻ വീഡിയോസ് തന്നെ ചെയ്യുവാണെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ കണ്ടിന്യൂസ് ഞാൻ ഈ ചെയ്തതിന് പകരം ചെയ്യുവാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 1000 പോസ്റ്റ് അടുത്ത് എൻ്റെ തന്നെ ഉണ്ട്. അതിൽ ഫോട്ടോസും റീപോസ്റ്റും എല്ലാം കൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 500 വീഡിയോസ് എങ്കിലും ഓരോന്നും ഫ്രഷ് കണ്ടന്റ് ആയിട്ടുള്ള 500 ക്യാരക്ടേഴ്സിനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ 500 ക്യാരക്ടേഴ്സ് ഓൺ വോയിസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയുടെ സാഹചര്യം പോവുക ചെയ്യുന്നത്. ഞാനതിനെ അങ്ങനെ കാണുന്നത്, എൻ്റെ കാഴ്ചപ്പാടാണ്, അത് ശരിയാവണമെന്നില്ല. അപ്പോൾ 500 ക്യാരക്ടേഴ്സ് ആയിട്ട് വേണമല്ലോ അത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ 500ഉം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഒരു സിനിമയിലേക്ക് ചെല്ലുമ്പോൾ ഇതിലേതെങ്കിലും ഒരു വീഡിയോ തമ്മിൽ സിങ്ക് ആയാൽ അതിനതിൻ്റെതായ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൺ വോയിസിൽ അത് ചെയ്യുമ്പം എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. സിനിമയിൽ വന്ന് ചെയ്യാൻ നേരം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പുതിയ അനുഭവമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. മനസ്സിലായി. ഭയങ്കര പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചേക്കാണ് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാവുന്ന. ഈ എന്താണ് ആക്ടിങ് മാത്രമല്ലാതെ പാട്ട് പാടുക, അങ്ങനെ വേറെ എന്തൊക്കെ കഴിവുകളാണുള്ളത്? പാട്ട് പാടാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, അങ്ങനെ പാടാറില്ല. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി 2 ലൈൻ പാടാവോ? പാടാൻ അറിയാം ശരിക്കും? ഇല്ല, പാടാൻ അങ്ങനെ ഈ മറ്റേ ഒരു സിനിമയിലെ ജയറാമേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, വോളിയം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയായതുകൊണ്ട് പാടുന്നില്ല. പാട്ടിന്റെ കൂടെ ലിപ്സിങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? 1-2 ഒക്കെ. അപ്പൊ പിന്നെ അത് നമുക്ക് വേണ്ടി ചെയ്തൂടെ? വേണ്ട, ഇല്ല. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു വീഡിയോ ആവും. ഏതാ ചെയ്തിരുന്നത്? കുറച്ച് ഇമോഷണൽ നോക്കട്ടെ. ഓക്കെ. എന്താ ആന്റണി, നിനക്ക് സന്തോഷം തോന്നില്ലേ? ഭാര്യയും മകളെയും കാണാൻ നിനക്ക് ആശയില്ലേ? ഇല്ല. എന്ത് സ്വഭാവമാണിത്? വിവാഹ വാർഷികത്തിന് നിരാഹാരം കിടക്കുന്നു, മകളെ ഓർത്ത് വേവലാതിപ്പെടുന്നു. അവരെ കാണാൻ ആശയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഒന്നും മറക്കാതിരിക്കാൻ, ഉള്ളിലെ കനൽ കെട്ടുപോകാതിരിക്കാൻ. എന്റെ കഥ സാറിന് അറിയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം. പറയൂ. ഇന്നല്ല, പിന്നീട് ഒരിക്കൽ. ഇവിടുന്ന് പോയാലും ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. എന്റെ സുജയുടെ ജീവന്റെ വില, എന്റെ മോളുടെ ജീവന്റെ വില, പിന്നെ തകർത്തെറിഞ്ഞ മറ്റു പല ജീവിതങ്ങളുടെയും വില. അങ്ങനെ ഒരുപാട് കണക്കുകൾ. ആന്റണി, എന്താ ആന്റണി? കൈയടിക്കുന്നത് നന്നായിട്ട് ചെയ്ത്, എല്ലാം വർക്കാവുന്നുണ്ട്. ആ ക്യാരക്ടറായി അങ്ങോട്ട് മാറുക, രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഇമോഷൻസ് ഭയങ്കര കണക്ട് ആവുന്നുണ്ട് കേട്ടോ. സന്തോഷം. ശരിക്കും മറ്റേത് നമ്മൾ അതിലോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. കണ്ണാണ് മെയിൻ. ഇപ്പോഴും അതിന്റെ പറയുന്നത് കണ്ണാണ് മെയിൻ. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കണ്ണാണ് മെയിൻ എന്ന് വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ആദ്യം ചെയ്തപ്പോഴും എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അഭിനയിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫോട്ടോഗ്രാഫറുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞതാണ് ശരിക്കും കണ്ണിലേക്ക് ഞാൻ എൻ്റെ ഒരു അഭിനയം കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കിയത്. കാരണം നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോൾ പറഞ്ഞു തന്നാലേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം അന്ന് എനിക്ക് തോന്നുന്നു തുടങ്ങിയതോളൂ, വീഡിയോ ഇട്ട് തുടങ്ങിയ ഒരു സമയത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുക. അപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു കൊള്ളാം, അടിപൊളി. അപ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, വിപിനെ കൊള്ളാം, പക്ഷേ നമ്മളൊരു ആക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും കണ്ണിൽ അഭിനയം വേണം. എന്നൊക്കെ പറഞ്ഞ് ഞാനായിരിക്കും. പക്ഷേ പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ശരി, എല്ലാവരും ഈ നമ്മുടെ മുഖഭാവങ്ങളാണ് നോക്കുന്നത്, പക്ഷെ അതിൽ കണ്ണാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ പിന്നീട് ഞാനത് അടുത്ത വീഡിയോസ് ചെയ്തപ്പോൾ ഞാൻ അതിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, അതിലാണ് ഈ ഷമ്മിയൊക്കെ കയറി വരുന്നത്. പക്ഷെ അതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അന്നത് പറഞ്ഞു തന്നതും നമ്മളത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചതും. അതെ, ചേട്ടനോട് ഒരു താങ്ക്സ് ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാറില്ലേ? ഉണ്ട്. ഓക്കെ. ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആരാ? ഞാൻ തന്നെ. സ്വന്തമായിട്ട് എഡിറ്റിംഗ് അറിയാം. ആവശ്യം വന്നാലെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ ക്യാമറ, അതിനെല്ലാം വശമുണ്ട്. നമ്മൾ തന്നെ ക്യാമറമാൻ, നമ്മൾ തന്നെ എഡിറ്റർ, എല്ലാം നമ്മൾ തന്നെ.
ഇനിയിപ്പോ ഈ പോലീസ് ലുക്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പോലീസ് യൂണിഫോമിൽ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ? യൂണിഫോമിൽ വീഡിയോ ചെയ്യുമ്പോഴാണോ അതോ നോർമൽ കാഷ്വൽ ലുക്കിൽ വീഡിയോ ചെയ്യുമ്പോഴാണോ ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്നത്? അത് പറയാൻ പറ്റത്തില്ല. അത് ആ വേഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വട്ട് ജയൻ എന്ന് പറഞ്ഞ ലെഫ്റ്റ് ആ ക്യാരക്ടർ ചെയ്തപ്പോൾ യൂണിഫോമിൻ്റെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ അതിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ റീച്ചിനൊക്കെ ചിലപ്പോൾ ബൂസ്റ്റപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് കൊണ്ട് ചെയ്യുന്നതാണ്. തുടരിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. ആ ഒരു പോലീസിന്റെ ആ ഒരു ലുക്കും, പിന്നെ ചേട്ടൻ പോലീസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. അത് തെരഞ്ഞെടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ജോജു സാർ ആ ടൈമിൽ ട്രെൻഡ് ആയതുകൊണ്ട് എടുത്തു. ഞാൻ സമയത്ത് ഈ പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വയനാട്ടിൽ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇത് ട്രെൻഡ് ആവുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ആയപ്പോൾ ഇതിൻ്റെ വോയിസ് ഔട്ട് വന്നിട്ടില്ല. സിനിമ തുടങ്ങി പടം ഹിറ്റായി, വില്ലൻ ഭയങ്കര അടിപൊളിയാണെന്നുള്ള ആ ഒരു ഇത് പുറത്തു വന്നു. ഞാനും ആ പടം കണ്ടതിന് ശേഷമാണ് പോകുന്നതെന്ന് ഓർക്കുന്നു. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. എന്തായാലും കണ്ടിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഇമിറ്റേറ്റ് ചെയ്ത വോയിസ് ഒരാളിട്ട്, ഈ അതിലെ ജോർജ് സാറിൻ്റെ വോയിസ്, ഒറിജിനൽ ക്ലിപ്പ് അല്ലാതെ വോയിസ് ഒരാൾ വീഡിയോ ആയിട്ട് ഇട്ടു. ആ വോയിസ് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ പുള്ളിക്കാരൻ്റെ ഇനി ചെയ്തിട്ടുണ്ടൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിൽ വരുമല്ലോ ഇത് കയറാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ അവിടെ ഞാൻ അഭിനയിച്ച വേഷം എന്ന് പറഞ്ഞാൽ എസ്ഐയുടെ വേഷമാണ്. അപ്പോൾ ആ യൂണിഫോമിൽ തന്നെയാണ് ആദ്യം ചെയ്യുമ്പോൾ അതാണ് നല്ല രീതിയിൽ ഔട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലെ പല വീഡിയോസും യൂണിഫോം ഇല്ലാതെ ഒക്കെ ചെയ്തു. അങ്ങനെ അത് ഔട്ട് വന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ അത് സ്റ്റാർട്ടിങ് ടൈം അല്ലേ, അതാണ്. അപ്പം അത് ഒരുപാട് അങ്ങ് ഭയങ്കരമായിട്ട് വൈറൽ, അതായത് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കയറണമെന്നില്ല. ഒരുപാട് പേര് ചെയ്തതിന് ശേഷം കയറിയാൽ ചിലപ്പോൾ കയറണമെന്നില്ല. അപ്പോൾ ഞാനിത് കണ്ടുവന്നപ്പം വേറെ ആരോ ചെയ്തത് കണ്ടിട്ടാണ് കേട്ടോ ഞാനും ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ചെയ്ത് തുടങ്ങുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു സാധനം വൈറലായി ചെയ്ത് തുടങ്ങി അപ്പോൾ തന്നെ നമ്മൾ ചെയ്താൽ അത് കുറച്ചുകൂടെ നമുക്കൊരു ഇതുണ്ട്, കയറാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു ഓഡിയോ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഓഡിയോ യൂസ് ചെയ്യുമ്പോഴാണ് റീച്ച് കിട്ടുക. ഇപ്പൊ പറഞ്ഞു ഒരു വീഡിയോ നമ്മൾ തുടക്കത്തിലേ ചെയ്യുമ്പോഴാണ് റീച്ച് വരികയാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ടിപ്സ് ഒക്കെ. അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ നാനി ചെയ്ത ഒരു ഡാൻസ്, അത് പരമാവധി ആദ്യം നന്നായിട്ട് ചെയ്യുന്നവർക്കായിരിക്കും അതിന്റെ റീച്ച് കിട്ടുന്നത്. അത് ഇപ്പൊ കഴിഞ്ഞല്ലോ അതിന്റെ ട്രെൻഡ്. ഇപ്പൊ ചെയ്താൽ അത് കയറുമോ? ചാൻസ് കുറവ്. അത്രേ ഉള്ളൂ, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ. ഇപ്പൊ ഈ കയറി വരാൻ ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ സിനിമയിലാണെങ്കിലും നമ്മള് പുതുമുഖങ്ങൾക്ക് കുറെ അവസരം കിട്ടുന്ന ഒരു കാലമായിട്ടുണ്ട്. വാഴയിലൊക്കെ ന്യൂജൻ പിള്ളേരെ വെച്ചിട്ടായിരുന്നു ചെയ്ത്, അത് വൻ ഹിറ്റ് അടിക്കുന്നു. അപ്പോ ഇങ്ങനെ കയറി വരാൻ മടിച്ചു നിൽക്കുന്ന പിള്ളേരുണ്ട് കുറെ പേര്. അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ജോലി സർവീസിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് ആക്ടിങ്ങിന്റെ പിന്നാലെ പോകുന്ന ഒരു ചേട്ടൻ. അപ്പോ ഇപ്പൊ ഈ ലെവലിലെത്തി, ഞങ്ങൾ പ്രതീക്ഷേനേക്കാളും ഏകദേശം അടുത്തെത്താറായി, സിനിമയും ചെയ്തു തുടങ്ങി. അങ്ങനെ ഇനി വരാനുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഇല്ല, ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ റീൽസ് ഇടുന്നതിന് മുമ്പ് 1-2 പ്ലാനൂടെ നമ്മൾ ചെയ്ത് പാളിപ്പോയായിരുന്നു. ഒന്ന്, ഞാൻ 2 സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിലൂടെ സിനിമയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു, അത് പാളി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് രാത്രിയും പകലും രാത്രിയൊക്കെ ഇരുന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റും കൊണ്ട് നമ്മൾ 1-2 പേരുടെ അടുത്ത് ചെന്നപ്പോൾ അത് വർക്കൗട്ട് ആയില്ല. ഒരാൾക്ക് വർക്കൗട്ടായി, പക്ഷെ അത് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം കുറവ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് വേറെ ഒരു രീതിയിലേക്ക് ഒന്ന് മാറ്റി എഴുതാമെന്ന് ചോദിച്ചു. നമ്മളങ്ങനെ വലിയ എഴുത്തുകാരല്ല. നമ്മൾ എഴുതിയെന്ന് പറഞ്ഞാൽ സിനിമയിൽ കയറാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്നില്ല, ഇപ്പം അറിയുന്നുണ്ടാവും കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ അങ്ങനെ എഴുതി അത് ഈ പറഞ്ഞല്ലോ. അപ്പോൾ അപ്പോഴും നമ്മൾ എനിക്കൊന്ന് റീൽസ് ഇല്ല ആ സമയത്ത്. നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് നോക്കുന്നുണ്ട്, ഓഡീഷൻ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പല ഓഡീഷൻസിലും ചെന്നിട്ട് അതും വർക്കൗട്ട് ആവുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് അത് എത്തുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല ഇത് വന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് ഇതുകൂടെ പോയി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സായി. ഇത് രണ്ടും കൂടെ പോയാൽ ഒന്നും വർക്കൗട്ട് ആകില്ലെന്ന് മനസ്സിലായി. ഒന്നിൽ തന്നെ നിൽക്കാമെന്ന് വെച്ചാൽ അവസാനം സ്ക്രിപ്റ്റ് അവിടെ മാറ്റി വെച്ചു, അഭിനയം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രിപ്റ്റ് എന്നുള്ള സാധനം അവിടെ ഫെയിലിയറായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഭിനയിക്കുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ ഫേസ്ബുക്കിലെ റീൽസിലാണ് ഇട്ടത്. ഇവിടുന്ന് ഈ ഫേസ്ബുക്കിലെ റീൽസ് ഇല്ലെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് റീൽസൊക്കെ വന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് എത്തുമ്പോൾ എത്തത്തില്ല, നമ്മുടെ വലയത്തിൻ്റെ അകത്തുള്ളത് എത്തുള്ളൂ. നമ്മൾ പിന്നെ ഇതെടുത്തിട്ട് ഡയറക്ടർമാർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഞാനിന്ന് എല്ലാ ഡയറക്ടർമാർക്കും നമുക്കറിയാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുത്തു. റെസ്പോൺസ് അങ്ങനെ കിട്ടൽ കുറവാണ്. ഒരുപക്ഷെ അവർ സീൻ ചെയ്തിട്ടില്ലായിരിക്കാം, അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അത് ഫെയിലായി. അപ്പോൾ പിന്നീട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അപ്പോൾ ഒരു ചിന്ത വന്നതാണ് ഫെയിം ആയാൽ ചിലപ്പോൾ വർക്കൗട്ട് ആവാം. അതും അടുത്ത ചിന്തയാണ്. അത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത് ഫെയിം ആയതിനു ശേഷമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ വരെ വന്നത്. അപ്പോൾ
പിന്നീട് അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് റീൽസ് വന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ എന്തുകൊണ്ട് ഇട്ടുകൂടാന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് റീൽസൊക്കെ എനിക്കൊന്ന് ഒരു വർഷത്തിനടുത്തേ ആയിട്ടുള്ളൂ ഞാൻ ഇട്ട് തുടങ്ങിയിട്ട്. അതും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ റീച്ച് കിട്ടി തുടങ്ങി. എനിക്ക് ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ട്. ഇവിടെയല്ല, ജർമ്മനി ആയിരുന്ന എൻ്റെ അനിയത്തി അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഇവർ രണ്ടുപേരാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ വീഡിയോ ഇവിടെ അയച്ചു കൊടുക്കാറുണ്ട്, അവരവിടെ ഇടാറുണ്ട്. ഇന്റർനാഷണൽ ബന്ധങ്ങളോ 1000 പേരെങ്കിൽ 1000 പേര് കണ്ടോട്ടെ, നമ്മളെത്ര ഉള്ളൂ. യൂട്യൂബിൽ ഇടാറുണ്ട്, യൂട്യൂബിൽ കുറച്ച് വ്യൂസ് ഒക്കെ ഉള്ളൂ. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഉദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളതുകൊണ്ട് വേറെ എന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ബാൻ ചെയ്തതാ, ഞാൻ അങ്ങ് ജർമ്മനിയിൽ അയച്ചു കൊടുക്കുക. അവർക്ക് ഇടാലോ, അവരുടെ അക്കൗണ്ട് ഉണ്ടല്ലോ, അവർക്ക് ഇടാലോ. ഭയങ്കര ഡെഡിക്കേഷനാ. തീർച്ചയായിട്ടും. എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ജർമ്മനിയിലുണ്ടെന്ന്. അത് കൊള്ളാട്ടോ. ജർമ്മനി, അയർലൻഡ്, അനിയത്തി ജർമ്മനി, അതുപോലെ സുഹൃത്തുണ്ട് അയർലൻഡ്. പാർക്കേലൊക്കെ അയച്ചു കൊടുക്കും, ആരെയൊക്കെ ഇട്ടോളൂ. നമ്മൾ അതിൽ വലിയ ബോധറാകുന്നില്ല. ഒന്ന് തന്നെ പിന്നെ ഇട്ടാലോ ഒന്നും നമ്മൾ ബോധറാകുന്നില്ല. നമുക്ക് സാധനം എത്രയാണോ 1000 പേരെങ്കിൽ 1000 പേര് കണ്ടാൽ അത് മതി. എങ്ങനെയായാലും ലക്ഷ്യം അത് അത്രേ ഉള്ളൂ. ഓക്കെ. ഈ സ്ക്രിപ്റ്റ് എന്നിട്ട് എഴുതിന്ന് പറഞ്ഞില്ലേ, അതിപ്പോ കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. ഇനി ഫ്യൂച്ചറിൽ അത് ഒന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതാന്നുള്ള ഒരു ഐഡിയ കിട്ടിയത് ഇങ്ങനെ തന്നെ ഫെയിം ആവുക അല്ലെ സിനിമയിൽ കയറുക എന്നുള്ളൊരു ഇതിന്റെ പുറത്താണോ, അതോ കഥ എഴുതാൻ അറിയുമായിരുന്നു? ഇല്ല, ഒന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഞാൻ നേരെ ഒരു പുസ്തകം വായിച്ചിട്ടുമില്ല, അങ്ങനെ എഴുതിയിട്ടുമില്ല. അങ്ങനെ ഭയങ്കരമായ ഉള്ള ആളല്ല. എഴുതി തുടങ്ങിയപ്പോൾ മനസ്സിലായി എഴുതാൻ പറ്റുമെന്നുള്ളത്. ഞാൻ 1-2 പേർക്ക് വായിച്ചപ്പോഴും അവർ പോസിറ്റീവായിട്ടുള്ള ഇതാണ് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ട്, എഴുതുന്നത് കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്, നല്ല. അപ്പോൾ അതിൽ എനിക്കും വിശ്വാസമുണ്ട്. അത്ര ഞാൻ ഈ പറഞ്ഞ പുസ്തകം വായിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാലും ഞാൻ എഴുതിയ സാധനത്തിൻ്റെ അകത്ത് സംഭവം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന പോലെ തന്നെ അതിൽ വിശ്വാസക്കുറവൊന്നുമില്ല. പറഞ്ഞ ലൈഫിൽ തന്നെ ഇൻസിഡന്റ് വെച്ചിട്ട് പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം എഴുതിയതാണ്. വേറെ അടുത്തതും ലൈഫിൽ തന്നെ നമ്മുടെ വേറൊരു സുഹൃത്തിന് സംഭവിച്ചൊരു കാര്യം എടുത്തിട്ട് എഴുതിയതാണ്. പക്ഷെ അതൊന്നും എക്സ്ട്രാ ഓർഡിനറി അല്ല. അതാണ് ഇപ്പോൾ എഴുതിയ സാധനം നമുക്കറിയാലോ എന്താണെന്നുള്ളത്. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി സാധനം അല്ല. അതുകൊണ്ടൊക്കെയാണ്. അപ്പം നമ്മളിതും കൊണ്ട് പോകേണ്ട വന്നാൽ ഒരുപാട് പോകേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇതിൽ ഇപ്പുറത്തെ ഒരു പോസിറ്റിവിറ്റി കിട്ടിയല്ലോ, അപ്പോൾ ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ബാക്കി അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആയാൽ അത് എടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ സംഭവങ്ങളുണ്ട്, പ്ലാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും കിട്ടുന്ന അവസരങ്ങളോ പ്ലാറ്റ്ഫോമുകളോ എല്ലാം മാക്സിമം യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവസരങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങോട്ട് ആരും ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്ന തരുമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ വന്ന 2 സിനിമ ഞാൻ പറഞ്ഞില്ല, അവർ നമ്മുടെ അടുത്തേക്ക് വന്നു. പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടിരിക്കാൻ പാടില്ല, അത് വർക്കൗട്ട് ആവില്ല. നമ്മൾ തന്നെ ഇറങ്ങിച്ചെന്ന് നമ്മൾ എന്നാ വൈറലായാലും, എത്രയോ വൈറലായിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മളെക്കാളും മില്യൺസ് ഫോളോവേഴ്സ് ഉള്ളതും റീച്ച് ഉള്ളതായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം സിനിമയിൽ ചിലപ്പോൾ കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരെല്ലാവരും കയറുന്നില്ലല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തേടി പിടിച്ച് അവരുടെ പുറകെ പോവാന്നുള്ളതാണ്. അതെ അതെ. ആദ്യത്തെ ഒരു കോള് വന്നില്ലേ ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ടൈമിൽ എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഭയങ്കര 2 കോളാണ് ആക്ച്വലി വന്നത്. അതിൽ ഒരെണ്ണം ഇപ്പോഴും അതിന്റെ വർക്കിൽ നടക്കുന്നേ ഉള്ളൂ, ഇറങ്ങാൻ വേണ്ടി. അത് ഒരു ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സാധനമാണ്. ആദ്യം വന്ന കോളിലെ സാധനവും, അതായത് ഇപ്പോൾ റോഷൻ ലീഡ് ചെയ്യുന്ന അതും എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള പരിപാടിയാണ്. കാരണം ഒരാളിപ്പോൾ നമുക്ക് ആഗ്രഹിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിച്ചതിലെ കുറച്ച് സാധനങ്ങൾ വന്നിരിക്കുന്ന ഒരു റോളാണ് ആ സിനിമയിൽ. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് കൂടുതൽ പറയുന്നത് പോലീസുകാരനായിട്ടാണ്, ഓഫീസറായിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് അതിങ്ങനെ പോകുന്നത്. ഒരാൾക്ക് അഭിനയിക്കാൻ ഇങ്ങനെ ഉണ്ടേ നമ്മൾ ചില സിനിമ കാണുമ്പോൾ വിചാരിക്കില്ല ആണ് കൊള്ളാം എന്നൊക്കെ തോന്നുന്ന അങ്ങനെ ഒരു രീതിയിൽ വരുന്ന ഒരു പരിപാടിയാണ്. അത് ഡയറക്ടറുടെ ഐഡിയോളജി വേറെ ആയിരിക്കാം. അതിനെപ്പറ്റി ഞാനത് ഡയറക്ടറിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാറേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം അത് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒരു കഥാപാത്രമായിട്ട് പോകുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര പോസിറ്റീവ് തരുന്ന ഒരു പരിപാടിയാണ്. ഈ ഓഡീഷന് പോയിട്ടില്ലേ, ആ ടൈമിൽ എന്തായിരുന്നു ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കുന്നില്ല. ഇല്ല, ഓപ്പൺ ഓഡീഷൻ പോകുന്നത് നമുക്ക് ഒരുപാട് ഈ ഓഡീഷൻ പിന്നെ എപ്പോഴും പോകുമ്പോൾ ഓപ്പൺ ഓഡീഷനിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെതായ കുറച്ച് നെഗറ്റിവിറ്റീസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതാണ് പിന്നെ ഓപ്പൺ ഓഡീഷൻ പരിപാടി വേണ്ടാന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. അതൊരു ചിലപ്പോൾ അവർ തന്നെ പറയും, ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഓഡീഷൻ നടത്തുന്നത്. ചിലപ്പം അവർ തന്നെ ഓപ്പണായിട്ട് പറയാം കുറച്ച് യുവാക്കളെ വേണം, ഇത്ര ഏജിൽ ഇത്ര ആൾ, അങ്ങനെ ഒരു രീതിയിലേക്കായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പരിപാടി അല്ല വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം.
അപ്പൊ എന്തായാലും സിനിമയാണ് ലക്ഷ്യം, അതെന്തായാലും നേടിയെടുക്കും, ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ആയിരിക്കാം, പറ്റട്ടെ. എന്താ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത? അല്ല, അത് കോൺഫിഡൻസ് അല്ല, അതൊരു റിയാലിറ്റി അപ്പുറത്ത് പറഞ്ഞാണ്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. എത്രയോ പേര് ഓരോരുത്തരും ഒന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന പോലെ എറണാകുളത്തൊക്കെ ഇത്രയും പേര് വന്ന് കിടക്കുക എന്ന് പറയുന്നത്. ജീവിതവും ലൈഫും എന്നെപ്പോലെ തന്നെ ജോലിയും പരിപാടികളും എല്ലാം കളഞ്ഞിട്ട് വരുന്ന കുറേ പേരൊക്കെ എനിക്കറിയാം. എറണാകുളത്ത് തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചി തന്നെ ബേസ് ചെയ്ത് കിടക്കുന്ന ഒരുപാട് പേരെ അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞാൽ അതിലൊന്നും കാര്യമില്ല. നമ്മൾ ട്രൈ ചെയ്യുന്ന മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ്. നമുക്കൊരു സിനിമ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ 3 വർഷം മുമ്പ് സൗദി വെള്ളക്കയിൽ ചെറിയ വേഷം ചെയ്താണ്, കഴിഞ്ഞ് ചട്ടമ്പിയിൽ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം സിനിമയിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതൊരു പരിപാടി ആകില്ല. നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്ന രീതിയിലൊരു കൺസിസ്റ്റൻസി ആയാൽ മാത്രമേ, ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് കയറിയാൽ മാത്രമേ നമ്മളതിലൊരു സിനിമാ നടൻ എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തരുടെ ഓരോ കാഴ്ചപ്പാടാണ്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആവണമെന്നുണ്ട് ഇനിയും നല്ല രീതിയിൽ വർക്കൗട്ട് ആയാലേ അതാവുള്ളൂ. ഞങ്ങളുടെ മുന്നിൽ എന്തായാലും ചേട്ടൻ ഇപ്പോൾ ഒരു നടൻ തന്നെയാണ്. അതെ, അങ്ങനെ. ഓക്കെ, കുറെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് വന്ന് നിൽക്കുവാണ്, കഷ്ടപ്പാടാണ് എന്നുള്ളത്. അതിലേറ്റവും ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ട് എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? ഇപ്പോൾ ഒരാൾ, ഞാനൊന്നും പറയുന്നില്ല, അപ്പോൾ ഞാൻ റീസെൻ്റ്ലി പരിചയപ്പെട്ടതാണ്. അപ്പോൾ പുള്ളിക്കാരൻ വീട് എനിക്ക് തോന്നുന്നു കണ്ണൂരോ മറ്റോ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല, അവിടെ വെച്ച് പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളി ഇവിടെ വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അടുത്ത സെറ്റിലേക്ക് പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് ആ ഷൂട്ട് അന്നത്തെ ദിവസത്തെ കഴിഞ്ഞ് അന്നത്തെ ദിവസം സ്റ്റേ ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് KSRTC ഡിപ്പോയിൽ പോയി അവിടെ കിടന്നുറങ്ങിയിട്ടാണ് രാവിലെ പോകുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം അത്രയും ആൾക്കാർ നിൽക്കുകയാണ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ അതൊന്നും ചിലപ്പോൾ പുറത്തറിയില്ലായിരിക്കും, അങ്ങനെ പറയുന്നില്ലല്ലോ. അവരത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിന്ന് കഴിയുമ്പോൾ നമുക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര, ഞാൻ പറഞ്ഞു എടാ ഇങ്ങനെ നിൽക്കാവോ, നാളെ അങ്ങനെ നിൽക്കല്ലേ, അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് കേട്ടപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് കുറേ സംസാരിച്ചൊക്കെ പോയി. പുള്ളിയായിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. പുള്ളി ഇങ്ങനെ ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് നടക്കുന്നു, അതിന് വേണ്ടിയിട്ട് സിനിമ എന്നുള്ള കൺസെപ്റ്റിനായിട്ട് നടക്കുന്നു. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും ആ ഡ്രീം ഭയങ്കര സ്ട്രോങ് ആണ്. അതെ, ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാ ടൈമിങ് പരിപാടി എല്ലാം ഒരു ടൈമാണല്ലോ. എല്ലാം നമ്മൾ ചിലപ്പോൾ എന്ത് വിചാരിച്ചാലും ചിലപ്പോൾ കിട്ടണം എന്നില്ല. അതാണ് സിനിമ. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയും ആഗ്രഹത്തിന്റെ പുറത്ത് അഭിനയിച്ച് പിന്നെ തിയേറ്ററിൽ വരുമ്പോ ആ സീൻ കട്ട് ചെയ്തിട്ട് പോയി എന്നൊക്കെ. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഓർമ്മയുണ്ടോ? അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെ ഇപ്പോൾ റിയൽ ലൈഫ് എൻ്റെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയിൽ 5 സീനോളം ഉണ്ടായിരുന്നു. അത് ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂവി മൂഡാണ് പടം. അപ്പം അത് ആരുടെ കുറ്റമൊന്നുമല്ല. അത് എഡിറ്റിംഗ് ടേബിളിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മെയിനായിട്ടും വൈഡായിട്ടുള്ള ഷോട്ട്, സിംഗിൾ ഷോട്ട് മാത്രമാണ്. അത് അങ്ങനെ ഒരു പടം, ആർട്ട് പോലത്തെ ഒരു പടം വരുമ്പോൾ അതങ്ങനെയാണ് ചെയ്യേണ്ടത്. കൊമേഴ്ഷ്യലി പോകുന്ന പോലെ അവിടുന്ന് ഒരു ഷോട്ട് ഇവിടുന്ന് ഒരു ഷോട്ട് അങ്ങനെ കട്ട് ചെയ്യുമൊന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പല സീനുകളും കട്ടായി പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് 5 സീനുണ്ടെങ്കിൽ അവസാനം ഒരു സീനിൽ ഇങ്ങനെ മിന്നി മറിയുന്ന ഒരു രീതിയിലാണ് പോയിട്ടുള്ളത്. അതൊക്കെ ആദ്യ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് റിയാലിറ്റി മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇതാകും. ചിലപ്പോൾ നാളെ സിനിമയ്ക്കകത്ത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന സിനിമ നാളെ ഉണ്ടോ എന്നുള്ളത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ. നമുക്ക് അല്ലാതെ ഒരു ഉറപ്പും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഡബ്ബിങ് പരിപാടി എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ നിൽക്കുക. അതുപോലെ പാതിരാത്രി സിനിമയിൽ ഇതുപോലെ ഡയലോഗ് ഉണ്ടായിരുന്നു. അതിൽ ഡയലോഗ് കട്ടായി. ഞാനിങ്ങനെ വന്നിട്ട് ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ചിലപ്പോൾ ഡ്യൂറേഷൻ കുറയ്ക്കാനായിരിക്കാം, അല്ലെ അവിടെ ആവശ്യമില്ലായിരിക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കാര്യമല്ല, നമ്മൾ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 5 സീനിലുണ്ടെന്ന് വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായി? പറഞ്ഞായിരുന്നു. എന്നിട്ട് പറയുകയും ചെയ്തു, സിനിമ കാണാൻ പോവുകയും ചെയ്തു. പക്ഷെ ഉണ്ടായില്ല. അതിപ്പോൾ അങ്ങനെയൊക്കെ വരും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല, അങ്ങനെ നിൽക്കുന്നു. വൈഫ് ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാണ് ഇതിലിപ്പോ? ഇല്ല. എന്നാലും ആ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ, അതാണ് ഏറ്റവും വലിയ ഡെഡിക്കേഷൻ. അതിൽ ചേട്ടൻ ഞാൻ സമ്മതിച്ചു പോയി. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ 2 സിനിമകളാണേലും എഡിറ്റിംഗ് വരുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ പ്രദോഷ കുറ്റക്കാരാണേലും, കാരണം അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമൊന്നും അല്ല ഈ സിനിമകളിലൊന്നും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ കട്ടായി പോവാം. നമുക്കറിയില്ല എന്തായാലും, പക്ഷെ ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. നമുക്ക് അതിനുള്ള ഒരു സ്പേസ് അതിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം.
ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കുവാണെന്ന് വെച്ചാൽ ഒരു മാസം ഇപ്പൊ എത്ര വീഡിയോസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും? മിനിമം എന്തായാലും ഇതിന് എനിക്ക് തോന്നുന്നു ലീവിനൊക്കെ മുമ്പ് കുറച്ചുകൂടെ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അപ്ലോഡ് കുറവാണ്. ലീവ് എടുത്തിട്ട് എന്താ പറ്റി? അതാ പറഞ്ഞ ലീവ് എടുത്തത് ഞാൻ ആക്ച്വലി വീഡിയോ ഇടുക എന്നുള്ളൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഇറങ്ങി അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതിന്റെ പുറകെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറെ ബാരിയേഴ്സ് ഇങ്ങനെ വരും വീഡിയോ ചെയ്യാനായിട്ടൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു മാസം ഒരു 8 വീഡിയോ ഒക്കെ ഇപ്പോൾ ഒരാഴ്ച 2 എന്നൊക്കെ ഉള്ള ഒരു കണക്കിൽ നമ്മളെ മറന്നു പോകാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഇട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. പിന്നെ കണ്ടന്റും കുറഞ്ഞു തുടങ്ങി. കാരണം ഓൾമോസ്റ്റ് കുറെ വീഡിയോസ്, ഒട്ടുമിക്ക എല്ലാ വീഡിയോസും കുറേയൊക്കെ ഒരു നമ്മുടെ അറിവിലും കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോസും ഇപ്പൊ തന്നെ ചെയ്തു. അപ്പൊ ഇനിയിപ്പോ ഒരു സാധനം പറഞ്ഞ കണ്ടന്റ് പെട്ടെന്ന് നമുക്ക് ഈസിലി അപ്രോച്ചബിൾ അല്ലേ, എവിടെയെങ്കിലുമൊക്കെ കാണണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ. നേരത്തെയാണ് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരു 3-4 എണ്ണം വെച്ചിട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. 10-16 വീഡിയോ. അപ്പൊ നേരെ പകുതിയായി. അത്രേ ഉള്ളൂ. ഇന്ദ്രജിത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു വാട്സപ്പിൽ. കോണ്ടാക്ട് ഉണ്ടായിരുന്നു? ഓൾറെഡി കോണ്ടാക്ട് ഇല്ലായിരുന്നു. ഞാൻ ഇതുപോലെ ഒരിടത്തുനിന്ന് നമ്പർ സംഘടിപ്പിച്ചു. അപ്പൊ ഞാൻ അയച്ചു. അപ്പം അത് കാണാൻ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ആ വീഡിയോ അയച്ചു കൊടുത്തു. റിപ്ലൈ കിട്ടുമെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. നമുക്ക് ശ്രമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ സിദ്ദിഖി കേക്കും നമ്മുടെ രാവണപ്രഫുല അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ റിപ്ലൈ തന്നായിരുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ ആ വീഡിയോ കണ്ടു, റിപ്ലൈ തരിക എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കാര്യമല്ലേ. ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം. ഓക്കെ, ഇനിയിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരു മൂവിയിലെ ക്യാരക്ടർ അതെനിക്ക് ചെയ്താൽ കൊള്ളാം എന്ന് ഒരാഗ്രഹം തോന്നില്ലേ? അങ്ങനെ തോന്നിയ ഒരു മൂവി ഏതായിരിക്കും? ക്യാരക്ടർ ഏതായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ചിന്തയിലില്ല. എല്ലാം ഓക്കെ ആണ്. കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. എന്നാലും നമുക്കൊരു ഇഷ്ടം തോന്നില്ല ഈ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമായിരിക്കും. അതായത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടണമെന്ന്. ഇപ്പൊ കുറച്ച് റീസെന്റ് ഇറങ്ങിയ മൂവീസിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഉണ്ട്, പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് മനസ്സിലേക്ക് വരുന്നില്ല എന്താണെന്നുള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ആഗ്രഹം പോലെ സിനിമ അത് നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അടുത്ത ഇന്റർവ്യൂ നമ്മൾ ഇവിടെ ഇരിക്കും ചേട്ടൻ മെയിൻ ആക്ടറായി വന്ന ഒരു സിനിമയ്ക്ക് ശേഷം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.